പ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 147ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു, സങ്കീർത്തനങ്ങൾ 107 മുതൽ 110 വരെ, 1 കൊരിന്ത്യർ 14 അധ്യായം. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഓൾറെഡി പഠിച്ച് റെഡി ആയിട്ടിരിക്കുമായിരിക്കും എന്ന് കരുതുന്നു. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, ആദ്യത്തെ ചോദ്യം, യൗവനക്കാരെ ഒരു പ്രകൃതി പ്രതിഭാസത്തോട് ഉപമിച്ചിരിക്കുന്നു ഏത്? യൗവനക്കാരെ ഒരു പ്രകൃതി പ്രതിഭാസത്തോട് ഉപമിച്ചിരിക്കുന്നു ഏത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് പദങ്ങളും അവയുടെ വിപരീത പദങ്ങളും ഒരു വാക്യത്തിലുണ്ട് ഏവ? രണ്ട് പദങ്ങളും അവയുടെ വിപരീത പദങ്ങളും ഒരു വാക്യത്തിലുണ്ട് ഏവ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അധ്യായത്തിൽ ഒരു വാക്യം 4 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു, റെഫറൻസ് എഴുതുക. ഒരു അധ്യായത്തിൽ ഒരു വാക്യം 4 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു, റെഫറൻസ് എഴുതുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദവും നമ്മുടെ നാട്ടിലെ ഒരു പച്ചക്കറിയുടെ പേരും ഒരുപോലെ ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദവും നമ്മുടെ നാട്ടിലെ ഒരു പച്ചക്കറിയുടെ പേരും ഒരുപോലെ ഏത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ശബ്ദ വ്യത്യാസം എന്ന വാക്കിന്റെ മറ്റൊരു പദം ഏത്? ശബ്ദ വ്യത്യാസം എന്ന വാക്കിന്റെ മറ്റൊരു പദം ഏത്? അപ്പൊ ഇതാണ് 5 ക്വസ്റ്റ്യൻസ് കേട്ടോ. എല്ലാം ഈസി ക്വസ്റ്റ്യൻസും കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ആയിരുന്നു. അപ്പോൾ ഇപ്പൊ തന്നെ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനിവേ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരം വിത്ത് റെഫറൻസ് അയച്ചോളൂ. നാളെ ഇതിന്റെ ശരി ഉത്തരമൊക്കെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ശരി ഉത്തരങ്ങളുമായിട്ട് നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.